എന്റെ ഉപ്പച്ചി എന്നെ അവിടെ താരതമ്യം ചെയ്യാതെ ഇങ്ങളൊന്ന് അടച്ചിട്ട് വന്നേ. അല്ല മോനെ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാണാനൊരു മാലാകപ്പോയുള്ള കുട്ടി, സ്വഭാവം പിന്നെ നിന്നേക്കാൾ നല്ലതാണെന്നാ എനിക്ക് നേരിട്ട് മനസ്സിലായത്. നിങ്ങൾ തമ്മിൽ ഇത്രയായ സ്ഥിതിക്ക് അതൊന്ന് ആലോചിച്ച് നോക്കിയാലോ. അത് കേട്ടപ്പോൾ ആദ്യം അവളെ കിസ്സാണ് ഓർമ്മ വന്നത്. എങ്കിലും പിന്നെയുള്ള ഡയലോഗ് ഓർത്ത് കരിപ്പ് വരും. ഞാൻ പിന്നെ കണ്ണാടിയിൽ നോക്കുന്നത് പോലും കുറച്ചു. പിശാച് വെറുതെ മനുഷ്യന്റെ സ്വസ്ഥതകളായിട്ട്. നീയെ ഫുഡൊക്കെ വയറ് നിറച്ച് കടിച്ച് അതിന്റെ പിന്നാലെ ഒരു ബോക്സ് ഐസ്ക്രീം കൂടി ആയപ്പോ പിന്നെ കുടിച്ച ആളെ പോലെയായി അവള്. എല്ലാം അമ്മിന്റെ ആണെങ്കിലും വയറ് എൻ്റെ ആണെന്ന കാര്യം മറന്നല്ലോ. ഒരു സ്പൂൺ ഐസ്ക്രീം അവൾ ചോദിച്ചപ്പോൾ കൊടുത്താൽ മതിയായിരുന്നു. അവളെ കണ്ണ് തട്ടിയതാവോ? ഞാൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വെമിച്ച് ചെയ്ത് കളഞ്ഞിട്ട് വന്നാലോ? വേണ്ട, കഴിച്ച ഐസ്ക്രീം പോകുന്ന കാര്യമൊക്കെ വല്ലാതെ സങ്കടമുണ്ട്. ആമിയുടെ സുഖനിദ്ര കണ്ട് അവൾക്ക് വല്ലാണ്ട് അസൂയ വരുന്നുണ്ട്. ഒരു ചവിട്ടങ്ങ് കൊടുത്താലോ? കൂരിപ്പന്തിനെ രണ്ടും ഒരുമിച്ച് വാങ്ങി തന്നത് എന്നെ കൊല്ലാനാണോ? നീയമോളെ നോക്ക്, നിനക്ക് വേണ്ടി അമ്മയ്ക്ക് എന്താ കൊണ്ടുവന്നതെന്ന്. നിനക്കത് കണ്ട ഒരുപാട് സന്തോഷമാവേ. വായ്ഗുളിക്കാവും, അത് കിട്ടിയാലിപ്പോൾ സന്തോഷമാവും. ഞാൻ കവറ് മാറ്റി നോക്കിയത് ഞെട്ടിപ്പോയി. ഈ വെട്ടകളെല്ലാം കൂടി എന്നെ തിരിച്ച് കൊല്ലുവോ? അയ്യേ, ഐസ്ക്രീമാണോ? എനിക്കൊന്നും വേണ്ട. ഡേയ്, നീ തന്നെയല്ലേ നീയാ? നിനക്കിത് എന്ത് പറ്റി? ഒരുത്തി എന്നെ സ്നേഹിച്ച് ഈ വഴിക്കാക്കി. ഇനി ഇത് കഴിച്ച സത്യമായിട്ട് ഞാൻ മയ്യത്താവും. ഇത്രയും ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നു. അന്നൊന്നുമില്ലാത്ത സ്നേഹം രണ്ടിനും ഒരുമിച്ച് വന്നതിനെ കൊല്ലാനാണെന്ന ഡൗട്ട് എൻ്റെ. ഇത് ഫ്രിഡ്ജിൽ കാണും. എൻ്റെ മോളൂട്ടി നാളെ കഴിച്ചാൽ മതിട്ടോ. മോളൂട്ടി എന്തെന്നെ തേണ്ടി വിളിച്ചത്? എന്നെ തന്നെയാണോ? ഇവനെന്നെ കൊണ്ട് എന്തോ ആവശ്യമുണ്ട് കേട്ടോ. ഒരുത്തി കാര്യം കാണാൻ സ്നേഹിച്ച് ഈ വഴിക്കാക്കി. ഇനി ഇങ്ങനെ പുക കണ്ട് അടങ്ങുന്ന തോന്നുന്നേ. കാലത്തിന് ഒച്ചയും ബഹളം കേട്ടാണ് കണ്ണു തുറന്നത്. വെളുപ്പാങ്കാലത്താണെന്ന് ഉറങ്ങിയത് തന്നെ. ഞാൻ പിന്നെ കരിപ്പിൽ വന്ന് നോക്കിയതും കരിപ്പൊക്കെ നാട് വിട്ടു. അകത്തേക്ക് കയറി നീ നല്ല മൊഞ്ചായിട്ട് ഇറങ്ങി. ക്ഷമയോട് വെച്ചതാണ്. പെയിന്റ് അടിക്കാൻ വരുന്ന ഒന്നിനെ സെറ്റാക്കുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ നമ്മളെ കിളിതയെ പോണു. ബംഗാളിയാ? ഒരു മലയാളി പോലും ഇല്ലല്ലോ പഠിച്ചോനെ. എന്നാൽ ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. എന്നാൽ ഈ ബംഗാളിയെ വെച്ച് ഞാൻ എങ്ങനെ ചെമ്മി ബോധം കെടുത്തും? ഇതും പൊളിഞ്ഞു പോയല്ലോ പഠിച്ചോനെ. ഞാൻ പിന്നെ അവര് ഷർട്ടുമാർന്നൊക്കെ നോക്കി. എന്നാ ബോഡിയാ, ജിമ്മം ബോഡിന്ന് കേട്ടിട്ടേ ഉള്ളൂ. കിച്ചണിൽ ചെന്ന് ഹോർലിക്സ് കുടിക്കുമ്പോഴാണ് ഫ്രിഡ്ജിലുള്ള ഐസ്ക്രീം ഓർമ്മ വന്നത്. അതെടുത്ത് അപ്പം തന്നെ കടിച്ചു. അല്ല പിന്നെ ആളെ മനസ്സ് എപ്പം മറന്ന് പറയാൻ പറ്റില്ലേ. അരെ ബേട്ടാ പാനി. പഠിച്ചോനെ, നമ്മളിന്ന് സ്വസ്ഥായിട്ട് ഇരിക്കാനും നിങ്ങൾ വിടില്ലേ? ഇവൻ എന്തേ ചോദിക്കുന്നാവോ? ഡീ, പാനി പാനി എന്ന് വെച്ചാൽ എന്താ? കുറെ നേരമായി ഒരുത്തൻ എന്നെ കാണുമ്പോ പാനി പാനി നാലാറാൻ തുടങ്ങിയിട്ട്. നീ എന്തിനടി സ്കൂളിൽ പോയത്? ഞാൻ ഇഷ്ടം കൊണ്ട് പോയതൊന്നും അല്ല. ഉമ്മച്ചനെ പിടിച്ച് തള്ളി വിട്ടതാ. ഓ, അതെന്തോട്ടെ. പാനി എന്ന് പറഞ്ഞ എന്താണെന്ന് കൊച്ചു കുട്ടികൾ പോലും മനസ്സിലാവും. വെള്ളടി അവൻ ചോദിച്ചത്. എനിക്കും തോന്നി, പിന്നെ പെട്ടെന്ന് മറന്നുപോയതാ. 2 വർഷമായാലും ഹിന്ദി കണ്ടിട്ട്. ഓ, എനിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ നോക്ക്. ഞാൻ കിച്ചണിൽ ചെന്ന് ഉമ്മച്ചിയോട് പറഞ്ഞു, എടുത്തോണ്ട് പോയി എന്റെ പട്ടി കൊടുക്കും. ഡീ, നീ ഇത് കൊണ്ടുപോയി കൊടുക്ക്, എനിക്കിവിടെ പണിയുണ്ട്. ഉമ്മച്ചി ബോട്ടിൽ തന്നത് ഞാൻ അത് കലിപ്പിൽ കോന്നിന് കൊടുത്തു. അവനത് പിടിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇനി തെറിയാണോ? ഇങ്ങനെയാണെങ്കിൽ ഹിന്ദി പഠിക്കായിരുന്നു. പട്ടി തേണ്ടി വേണേ കുളിച്ചാൽ മതി. എന്നെ കാണുമ്പോൾ ബേട്ടാന്ന് വെങ്ങാനും വിളിച്ചാൽ തലമണ്ട തല്ലി ഞാൻ പൊട്ടിക്കും. ഇനി ഈ ബേട്ടെന്ന് വെച്ചാൽ എന്താണാവോ? ഏയ്, നീ കുറെ നേരം അവൻ്റെ മെക്കിട്ട് കയറാൻ തുടങ്ങിയിട്ട്. ഇവരെയെങ്കിലും ഒന്ന് വെറുതെ വിട്ടുള്ളൂ നിനക്ക്. ഇന്നലെ നട്ടപ്പാതിരാക്ക് സ്നേഹം കാണിച്ച കോപ്പ ഇന്ന് വീണ്ടും നീ കലിപ്പ്. അത് എന്നെ ആൾ വന്നപ്പോൾ തൊട്ട് ചീത്ത പറഞ്ഞോണ്ടിരിക്കുക. വെള്ളം ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്തതാ, എന്നിട്ടും എന്നെ. അവനപ്പോഴേക്കും മമ്മിക്കയുടെ നേരെയായി. ഉള്ളി തിരിച്ചും പറയുന്നുണ്ടല്ലോ. ഇവനിതൊക്കെ എവിടുന്ന് പഠിച്ചോവോ? എടി പട്ടി, അവൻ തണുത്ത വെള്ളം അതിൽ കുറച്ച് ഉപ്പിട്ട് വേണമെന്നാ പറഞ്ഞത്. അതിനാണോടി നീ ഉള്ള തെറി മുഴുവൻ അവന് മലയാളത്തിൽ വിളിച്ചത്? ഓഹോ, അതാണല്ലേ. നമ്മളും വെച്ചോട് പറഞ്ഞ സാൾട്ടൊക്കെ ഇട്ട വെള്ളം കൊണ്ടുവരുമ്പോഴേക്കും ആമിക ചങ്ങനെ തോളിൽ കയറ്റി നിൽപ്പായി. അവൻ എന്നെ കണ്ടപ്പോൾ ഏതാണ്ട് ചോദിച്ചതും ഞാൻ വായും വിളിച്ച് അമിക്കാനെ നോക്കി. ഡേ, ഇവന് നിന്നെ ഒത്തിരി ഇഷ്ടമായെന്ന്. നിന്റെ പേരാ ചോദിക്കുന്നത്. അതോ നീയാ? ഓഹോ, സ്വീറ്റ് നെയിം ആൻഡ് സില്ലി ഗേൾ. ആദ്യമായിട്ടാണല്ലോ ഒരാൾ ഇങ്ങനെയൊക്കെ പറയുന്നേ. ആ, അല്ലെങ്കിൽ ബംഗാളിയൊക്കെ വിവരം കൂടുതലാണല്ലോ. ഇവന്റെ പേരേ മർജാൻ എന്നാടി. ഇവൻ ചോദിക്കാൻ നിന്നെ കെട്ടിച്ചു കൊടുക്കുമെന്ന്. എന്താ ഓക്കെ എന്ന് പറയട്ടെ? വീണ്ടും പാളിയാ പഠിച്ചോനെ. ഇവനെ കെട്ടി ഞാൻ എപ്പോൾ ഹിന്ദി പഠിച്ചെടുക്കും? അവനൊരു വളിച്ചെളിയും കൊടുത്ത് ഞാൻ ജീവനും കൊണ്ട് കിച്ചണിലേക്ക് തന്നെ ഓടി. ഇനി അവനെങ്ങനെ എന്നെ കെട്ടുവോ? ഫുഡ് കഴിക്കാൻ ഇരുന്നതും മാത്രം എണ്ണി വീണ്ടും തുടങ്ങി. ഏത് നേരത്താണോ പേര് പറഞ്ഞെടുക്കാൻ തോന്നി? നീയാ ബേട്ടി, എന്താ പാട്ട തലയാ നിനക്ക് വേണ്ടത്? ആദ്യമായിട്ട് ഒരാളെ മുഖത്ത് നോക്കി നല്ല തെറി വിളിച്ചിട്ടും നല്ലൊരു ചിരി കിട്ടുന്നത് എനിക്ക് വല്ലാണ്ട് സന്തോഷമായി. അങ്ങനെ ഓനെ നോക്കി കുറേ തെറി വിളിച്ചു.
ചില്ലി. എടി അമ്മി, ഈ ചില്ലി എന്ന് വെച്ചാൽ ഹിന്ദിയിൽ എന്താടി? നിനക്ക് ഹിന്ദി അറിയില്ലെന്ന് അങ്ങേർക്ക് മനസ്സിലായി. ഇംഗ്ലീഷ് അടിയാ പറഞ്ഞത്. പച്ചമുളകാവും, എടുത്ത് കൊടുക്ക്. എനിക്ക് വിവരമില്ലെന്ന് ഈ കോപ്പിനെ എങ്ങനെ മനസ്സിലായി? പച്ചമുളകൊക്കെ ചോക്ലേറ്റ് തിന്ന പോലെയാ അങ്ങേര് തിന്നത്. കണ്ടിട്ട് കരച്ചിൽ വരിക. ഇവൻ അങ്ങനെ എന്നെ കെട്ടിയ ഞാൻ ബിരിയാണിക്ക് പകരം ഉണക്ക ചപ്പാത്തിയും പച്ചമുളകും തിന്ന് ജീവിക്കേണ്ടി വരുമല്ലോ പഠിച്ചോനെ. നിക്ക് ബംഗാളിന് വേണ്ട, മലയാളി മതി. അങ്ങനെ പെയിന്റ് ചെയ്യാൻ വന്നവരെ ലൈൻ അടിക്കാനുള്ള മോഹം അങ്ങ് പോയി. ഇനി പന്തൽപ്പണി ആരാണാവോ? അതും ബംഗാളി തന്നെ ആവോ? നിയാ ബേട്ടി, ടാറ്റ, ബായ് ബായ്. ഇവൻ എന്നെ കാണുമ്പോൾ എന്തോ ഒരു ഇളക്കണ്ടല്ലോ പഠിച്ചോനെ. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് എന്നെ 10,000 വട്ടം വിളിച്ചു കാണും. എടി, ആ മർജാനില്ലേ, അവൻ എന്താടി എന്നോട് മാത്രം ടാറ്റ പറച്ചിലൊക്കെ? ഇനി ശരിക്കും എന്നെ കെട്ടുവാവോ? അതിനവര് കല്യാണം കഴിക്കില്ല. ഇല്ലേ, ഇപ്പോഴാ സമാധാനമായത്. കല്യാണം കഴിക്കില്ലെന്നേ ഉള്ളൂ. ഇഷ്ടമുള്ള പെണ്ണിനെ അവർ റേപ്പ് ചെയ്യലാണ്. ഉള്ളതാണോ? ആണെന്നേ. നീ സിനിമയിലൊക്കെ ഒന്ന് കണ്ടിട്ടില്ലേ? അയ്യോ, അവർ നാളെയും വരില്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നീ മുന്നിൽ ചെന്ന് നിൽക്കാതെ മാറിയാ മതി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എവിടെ ഒളിക്കും? അതോർത്ത് ഞാൻ കാലത്ത് തന്നെ എണീറ്റ് കിച്ചണിൽ ചെന്നിരുന്നു. അവര് വരുന്നതിന് മുമ്പേ വന്നിരുന്നതാണ്. വന്നപ്പോ തൊട്ട് അവനാണെങ്കിൽ നീയാന്ന് വിളിച്ച് കൂവുന്നത് കേട്ട് എനിക്ക് പേടിയായി. ഡീ, നീയല്ലേ ഇവിടെ വെറുതെ ഇരിക്കുന്നത്? അതുകൊണ്ടാ അവര് നിന്നെ തന്നെ വിളിക്കുന്നത്. ഉമ്മച്ചി കലിപ്പിൽ പറഞ്ഞത് ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഈ ബംഗാളിൽ നിന്ന് വിശ്വസിക്കാൻ പാടില്ല ഉമ്മച്ചി. നിങ്ങൾക്ക് ഞാൻ ഒറ്റ മോളല്ലേ ഉള്ളൂ. അവനൊന്ന് തട്ടിക്കൊണ്ടുപോയാ നിങ്ങൾക്ക് വേറെ ആരാ ഉള്ളത്? ഓ, തട്ടിക്കൊണ്ടു പോകാൻ പറ്റിയൊരു മുതല്. ഒരു ദിവസം കൊണ്ട് തന്നെ അവർക്ക് നിന്നെ മനസ്സിലായി കാണും. നിന്നെ ഒക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് എന്ത് കിട്ടാനാ? ഈ ഉമ്മച്ചിക്ക് എന്നെ ഒരു വിലയില്ലേ? നമ്മൾ വെള്ളവും ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും ഒന്ന് നോക്കി. ചോക്ലേറ്റ് എന്നും പറഞ്ഞാൽ മറിച്ച് നമുക്കൊരു ഗാലക്സി തന്നതും ഞാൻ ഞെട്ടിപ്പോയി. ഇത് തന്നെ മയക്കാനാവോ പ്ലാന്? അത് കണ്ടിട്ട് വിടാനും തോന്നില്ല. എന്നാലും ആൾ ഉദ്ദേശം അറിയുന്നത് കൊണ്ട് ആണെങ്കിൽ ഇന്നു. നീയാ ആ മറിച്ചാൻ തന്നതാ, നിനക്ക് വേണ്ടി വാങ്ങിയതാണെന്ന്. വേണ്ട അമിക്ക, എന്നെ മയക്കി എന്നെ അടിച്ചു മാറ്റി കൊണ്ടുപോകാനാവും. എനിക്കാണെങ്കിൽ ഹിന്ദി അറിയില്ല. പിന്നെ അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ പറ്റിയൊരു മുതല്. കൊണ്ടുപോയതിനെ പിറ്റേന്ന് കൊണ്ടുവിടും, അത് ഉറപ്പാ. എന്നെ ഒരാൾക്ക് പോലും ഗ്രാസ് വീൽ ഇല്ലെന്ന് മനസ്സിലായി. എന്നാൽ അതെന്താവും? ആ കൂടെ സ്നേഹം കാണിക്കുന്ന മർജാന. ലോകത്ത് ഒരാളെങ്കിലും നമുക്ക് ഇത്തിരി വില തരുന്നുണ്ടല്ലോ, അത് മതി. നീയാ മോളെ, പോട്ടെ, ബായ്. പടച്ചോനെ, കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ മലയാളം പഠിച്ചോ. നീയൊക്കെ പിന്നിലുള്ളപ്പോ മോളാണല്ലോ. എന്റെ പാപ്പച്ചി വരെ എന്നെ ഇങ്ങനെ വിളിച്ചിട്ടില്ല. അല്ലെങ്കിൽ വിവരവും ബുദ്ധിയുള്ളത് ബംഗാളിക്ക് തന്നെയാ. അങ്ങേര് പോയത് ഞാൻ മുറിയിലേക്ക് മുങ്ങി. അല്ലെങ്കിൽ 8ന്റെ പണിയാണേ. ഭിത്തിയിൽ പെയിന്റ് അടിച്ച് പോകുന്നുണ്ടെങ്കിലും തറിയാകെ അലങ്കോലാക്കിയ തെണ്ടികൾ പോകുന്നത്. ഇനി അത് അടിച്ചു തുറക്കാൻ വയ്യാത്തോണ്ടാ. അമ്മയാണെങ്കിൽ ഗാഠമായ ചിന്തയിലാണ്. കക്ഷി സ്വപ്ന ലോകത്താണ്. ഞാൻ അടുത്ത് പന പോലെ നിന്നതൊന്നും ആ കുരിപ്പ് കണ്ടിട്ടില്ല. നീ എന്താടി ഇങ്ങനെ ആലോചിക്കുന്നത്? എന്റെ കല്യാണല്ലേ, എനിക്ക് എന്തൊക്കെ ആലോചിക്കാനുണ്ട്. കല്യാണം കഴിഞ്ഞാൽ എവിടെയൊക്കെ പോകണം, എത്ര കുട്ടികൾ വേണം, എന്തൊക്കെ ചിന്തിക്കാനുണ്ട്. നിക്കുണ്ടടി അങ്ങനെയുള്ള സ്വപ്നമൊക്കെ. എനിക്ക് ടീംസ് വേണമെന്ന ആഗ്രഹം. ഭയങ്കര രസാവൂലേ? നീ ഇപ്പോഴാവശ്യമില്ലാത്തൊന്നും ചിന്തിക്കല്ലേ നീയാ. ഉറക്കഭ്രാന്തല്ല നിനക്ക്. ടീംസ് ആയാൽ ഉറങ്ങാനൊന്നും പറ്റില്ല. വെറുതെ എന്തിനാ? അവറ്റകളെ തല്ലി കൊല്ലാനാണോ നിനക്ക്? അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ കുറെ പ്രാർത്ഥിച്ചു പോയടി. പിന്നെ ഇക്കണ്ട എല്ലാത്തിനോട് പ്രാർത്ഥിക്കാനും പറഞ്ഞതാണ്. വരാനുള്ളൊന്നും വഴി തെങ്കിലെന്നല്ലേ, അനുഭവിച്ചോ. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. എന്നാലും ഉറക്കം പോകുന്നത് ചെറിയൊരു ടെൻഷൻ. അതിന് നീ ഇപ്പോഴേ പേടിക്കണ്ട. നിന്നെ കേട്ടാൻ ആരെങ്കിലും റെഡിയാവും നോക്കട്ടെ ആദ്യം. പടച്ചോനെ, ഓളേക്കാൾ ഗ്ലാമറിൽ എനിക്കൊരു ചെക്കനെ കേട്ടാ ഇത്രക്ക് പാടാണോ? ഫുഡ് കഴിക്കാൻ ചെന്നപ്പോ തൊട്ട് ആ അലവലാതി ഭയങ്കര ചിരിയാണ്. എന്താണോ എന്തോ. കുഞ്ഞിപ്പ, ഇങ്ങക്ക് അറിയോ നിങ്ങളെ മോൾക്ക് കല്യാണം കഴിഞ്ഞാൽ ടിൻസ് വേണമെന്ന്? ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ചിരി വരിക. ഓഹോ, ഇതാണോ? ഇതൊക്കെ നമ്മൾ എപ്പോഴോ പാപ്പച്ചിയോട് പറഞ്ഞതാ. അതവൾ ഒരിക്കലും പറഞ്ഞതാ മോളെ. പിന്നെ അവൾ ആഗ്രഹമല്ലേ, അനുഭവിച്ചോടെ ഞാനും കരുതി. ബാപ്പച്ചി, നിങ്ങളെ മനസ്സിൽ ഇതാണല്ലേ? നിനക്ക് പ്രായത്തിനും ബുദ്ധിക്കും വിവരത്തിനുള്ള ആഗ്രഹമൊക്കെ പോരെ മോളെ. വെറുതെ എന്തിനാ ആവാത്ത പണിക്ക് നിൽക്കുന്നേ? ഒരു സൂചി കണ്ടാ ചീറി പൊളിക്കുന്ന നീ എങ്ങനെയാടി? ആമിക്കഥ പറഞ്ഞപ്പോൾ എല്ലാവരും അസലായിട്ട് ചിരിക്കുന്നുണ്ട്. അതിന് മാത്രം കോമഡിയാണല്ലേ അവൻ പറഞ്ഞത്. എന്നിട്ട് എനിക്ക് ചിരി വരുന്നില്ലല്ലോ. കല്യാണം അങ്ങനെ 2-ാം തീയതി നിശ്ചയിച്ചു. അന്നാണല്ലോ പഠിച്ചോണ്ട് റിസൾട്ട് അറിയുന്നത്. ഭാഗ്യം. എല്ലാവരും മറന്നു പോകും. തോറ്റാലും കുഴപ്പമില്ല, ആരും അറിയാൻ പോണില്ല. എല്ലാവരെയും പോലെ ഞാനും പിന്നെ ഭയങ്കര ബിസിയായിരുന്നു. ഏത് ഡ്രസ്സ് എങ്ങനെ ഷൈൻ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ തന്നെ. കൂടെ ഒരാളുണ്ടെങ്കിൽ ഇത്തിരി ചാട കൂട്ടാം. അതുകൊണ്ട് ക്ഷമയെ വിളിച്ചു. നീയേ 2 ദിവസം മുന്നേ വരണം. അമ്മി മണവാട്ടി ആയതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കാൻ ആളില്ലടി. അതാ വീട്ടിൽ നിന്ന് വിടില്ലടി, പ്രത്യേകിച്ച് നിന്റെ കൂടെ ഒന്ന് കേട്ടാ. പൊട്ടി, നിനക്കൊരു അവസരം കിട്ടി എന്നെ വെറുതെ വിടില്ലല്ലേ? അത് പിന്നെ നീ എന്നെ ചീത്തയാക്കുന്ന കരുതിയാവും, അല്ലാണ്ടെന്താ? ഓ പിന്നെ നിന്റെ പാപ്പച്ചി എൻ്റെ പാപ്പച്ചി പിടിച്ചിട്ടുണ്ട്. വരാൻ നോക്കാം.
അത് വേണ്ടായിരുന്നു, ജാട കൂടി കോപ്പിന്. ഫോണും വെച്ച് പിന്നെ നമ്മൾ ഡ്രസ്സ് തിരഞ്ഞു. അമ്മയേക്കാൾ മൊഞ്ചു കൂടി ഡ്രസ്സ് വേണം, എന്നാലും നാലാൾ നോക്കൂ. നാളെയാണ് ഡ്രസ്സും ഓർണമെന്റ്സ് എടുക്കാൻ പോകുന്നത്. എന്നാലും വിളിച്ചിട്ടില്ല, എന്നാലും പോയേക്കാം. വെറുതെ എന്തിനാ ഓസിന് കിട്ടുന്നത് വേണ്ടെന്ന് വെക്കുന്നത്.